ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ പൊന്നിൻ കൊടിമര പ്രതിഷ്ഠയുടെ ധനസമാഹരണത്തിന് മുന്നോടിയായി വിളംബര രഥഘോഷയാത്ര നടത്തി. ക്ഷേത്ര മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി രഥത്തിൽ ഭദ്രദീപം തെളിയിച്ചു. ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ പൊന്നിൻ കൊടിമര പ്രതിഷ്ഠ എന്ന ഭക്തരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായാണ് കരകളിൽ ഭവന സന്ദർശനം നടക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പകർന്നു നൽകുന്ന ഭദ്രദീപം ജൂലൈ 14 മുതൽ കരകളിലെ മുഴുവൻ ഭവനങ്ങളിലും എത്തിക്കും. ധനസമാഹരണത്തിന് മുന്നോടിയായാണ് ശനിയാഴ്ച രാവിലെ മുതൽ ധനസമാഹരണ രഥഘോഷയാത്ര പ്രയാണം നടത്തിയത്. മേൽശാന്തി പരമേശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. കരനാഥന്മാരുടെ നേതൃത്വത്തിൽ കരകളുടെ ഭവന സന്ദർശനം പൂർത്തിയാകുമെന്ന് ക്ഷേത്ര ഭരണ സമിതി സെക്രട്ടറി ആർ സുരേഷ് കുമാർ പറഞ്ഞു. സ്വർണ്ണമടക്കം ഭാരിച്ച ഒരു തുക ചിലവ് വേണ്ടിവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഈ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ എന്നുള്ളത്. ചുനക്കരയിലെ 6 കരയിലെ ഭക്തജനങ്ങളെ അതിനായി സമീപിക്കുകയാണ്. ഈ മാസം 14-ാം തീയതി തിങ്കളാഴ്ച രാവിലെ ഭഗവാന്റെ 1-ാം കരയായ തെക്കുമുറി കരയിൽ നിന്ന് തുടങ്ങി 3 ദിവസം ഓരോ കരകളിലും ശ്രീലകത്തു നിന്ന് കൊളുത്തുന്ന ദീപം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. ഭവനങ്ങളിലെത്തുന്ന ദീപത്തെ അവിടെ വിളക്ക് വെച്ച് സ്വീകരിച്ച് നാക്കിലയിൽ സമർപ്പിക്കുന്ന സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമർപ്പണം. തെക്കുമുറി, കരിമുളയ്ക്കൽ, കോമല്ലൂർ, നടുവിലെ മുറി, വടക്കുമുറി കരകളിൽ രഥഘോഷയാത്ര പ്രയാണം നടത്തി. പ്രസിഡന്റ് യു അനിൽകുമാർ, സെക്രട്ടറി ആർ സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റുമാരായ ബാലകൃഷ്ണപിള്ള, AG അരുൺ സഹദേവൻ നായർ, ജോയിന്റ് സെക്രട്ടറിമാരായ CV രാജീവ്, S സനിൽകുമാർ, K കോമളൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.